മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. നമ്മുടെ അനുമോളെ മസ്താനി പിന്നിൽ നിന്ന് കുത്തുന്നുണ്ടോ എന്നൊരു സംശയം. അതായത് ശൈത്യല്ല, സത്യം പറഞ്ഞാൽ കട്ടപ്പ നമ്മുടെ മസ്താനിയാണ്. എന്തായാലും അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ലൈവിൽ നൂറയും ആദിലയും ശൈത്യയും ഇരുന്ന് സംസാരിക്കുന്നത്. ശൈത്യ ആദിലയോട് പറയുന്നത് മസ്താനി ഫേക്കാണ്, അനുമോളെ അവൾ യൂസ് ചെയ്യുകയാണ്, അതുപോലെ തന്നെ അനുമോളെ അവൾ പിന്നിൽ നിന്നും കുത്തുന്നുണ്ട്. ഇന്നലെ മസ്താനി ആര്യനോട് അനുമോളുടെ ലവ് അഫയറിനെ കുറിച്ചും എക്സ് ബോയ് ഫ്രണ്ടിനെ കുറിച്ചെല്ലാം സംസാരിച്ചു. മസ്താനി എന്തിനാണ് വെറുതെ മറ്റുള്ളവരുടെ ലൈഫിനെ കുറിച്ച് വേറൊരു വ്യക്തിയോട് പോയി പറയുന്നത്? എന്നിട്ട് ശൈത്യ അതിലോട് പറയുന്നത്, നീ അനുമോളോട് പോയി പറയണം ഞാൻ അത്രയ്ക്കും ചീപ്പല്ല എന്ന്. അങ്ങനെ തന്നെ പറയണമെന്ന് ശൈത്യ പറയുന്നു. അതായത് ശൈത്യ ചീപ്പല്ല, മസ്താനിയുടെ അത്രയും ചീപ്പല്ല, മസ്താനിയാണ് നിന്നെ പുറകിൽ നിന്നും കുത്തുന്നത്. പുറത്തുനിന്ന് എല്ലാ കണ്ടസ്റ്റൻസിനെ കുറിച്ചും കറക്റ്റായി വ്യക്തമായി പഠിച്ചിട്ടാണ് മസ്താനി ഹൗസിനുള്ളിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആര്യനോട് അനുമോളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മസ്താനി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആദിലെ എന്തായാലും ഇതെല്ലാം അനുമോളോട് പറയാമെന്ന് പറയുന്നു. അപ്പോഴാണ് നൂറ് പറയുന്നത്, ശരിക്കും ശൈത്യ തന്നെ നേരിട്ട് അനുമോളോട് സംസാരിക്കുന്നതാണ് നല്ലത്, അത് നീ തന്നെ പറയും, അതാണ് അതിൻ്റെ ഒരു ശരിയെന്ന്. ആലോചിച്ചപ്പോൾ ശൈത്യക്കും അത് ശരിയാണെന്ന് തോന്നി. അപ്പോൾ ശൈത്യ പറയുന്നു, ഓക്കെ, എനിക്ക് അവളെ ഒറ്റയ്ക്ക് കിട്ടട്ടെ, ഞാൻ തന്നെ ഇതെല്ലാം പറയാമെന്ന്. ആദില പറയുന്നു, ആ സമയത്ത് ഞങ്ങളും കൂട്ടിന് വരാം, നീ ഞങ്ങളൊന്ന് വിളിച്ചാൽ മതിയെന്ന്. നമുക്കും ലൈവൊക്കെ കാണുമ്പോൾ ഒരു ഡൗട്ട് തോന്നുന്നുണ്ട്, മസ്താനി അനുമോളെ യൂസ് ചെയ്യുകയാണോ അല്ലെങ്കിൽ അനുമോളെ മുന്നിൽ വെച്ച് കളിക്കുകയാണോ എന്നൊക്കെ. ശൈത്യയും അനുമോളും ഇപ്പോൾ മിണ്ടാതിരിക്കുന്നതിനും പ്രധാന കാരണം മസ്താനി തന്നെയാണ്. മസ്താനിയാണ് വന്നതിൻ്റെ പിറ്റേ ദിവസം പോയി അനുമോളോട് പറയുന്നത്, ശൈത്യയെ വിശ്വസിക്കാൻ പറ്റത്തില്ല, ശൈത്യ ഒരു ഗുഡ് ഫ്രണ്ട് അല്ല, ശൈത്യ നിന്നെ പുറകിൽ നിന്ന് കുത്തി, ശൈത്യയെ പുറത്ത് കട്ടപ്പ എന്നാണ് വിളിക്കുന്നത് എന്നൊക്കെ. എന്തായാലും പുറത്തെ കാര്യങ്ങൾ അകത്ത് വന്ന് സംസാരിക്കരുതെന്ന് പറഞ്ഞാലും മസ്താനി ആവശ്യത്തിനുള്ള ഹിൻ്റൊക്കെ നമ്മുടെ അനുമോൾക്ക് കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ശൈത്യയുടെയും അനുമോളും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ വിള്ളലേറ്റതും ഇപ്പോൾ മിണ്ടാതിരിക്കുന്നതും. എന്തായാലും ശൈത്യ പറയുന്നത്, ഞാനല്ല കട്ടപ്പ, മസ്താനിയാണ്. അതുകൊണ്ട് തന്നെ അനുമോളോട് ഒന്ന് മസ്താനിയെ സൂക്ഷിച്ചോളാൻ പറയുക. മസ്താനിയുടെ അത്രയും ചീപ്പല്ല ശൈത്യ എന്നാണ് ശൈത്യ പറയുന്നത്. മസ്താനിയുടെ ഇരട്ടത്താപ്പ് കണ്ടുപിടിക്കാനുള്ള പദ്ധതിയിലാണ് ഇപ്പോൾ നമ്മുടെ ശൈത്യയും ആദിലയും നൂറയും. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുകളുമായി വീണ്ടും വരാം.